കൊറോണ വ്യാപനം നൽകിയ ആശങ്കയുടെയും ദുരിതങ്ങളുടെയും ആദ്യ നാളുകൾ പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ്. പ്രവാസികളും പഴയതുപോലെ സജീവമാക്കാൻ തുടങ്ങി. തെരുവുകൾ ഉണർന്നു. എന്നിരുന്നാൽ തന്നെയും കൊറോണ എന്ന മഹാമാരിയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ കടുത്ത നിബന്ധനകൾ തുടരുക തന്നെ ചെയ്യും. അധികൃതർ നൽകുന്ന നിബന്ധനകൾ അനുസരിച്ചില്ലെങ്കിൽ നൽകേണ്ടത് കനത്ത പിഴയാണ്. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ. ഇപ്പോഴത്തെ മൂവിംഗ് പെർമിറ്റ് എടുക്കാതെ ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്ന സമയം താമസ സ്ഥലം മാറിയ മലയാളി വിവാഹത്തിന് നാട്ടിലെത്താനാവാതെ അബുദാബിയിൽ കുടുങ്ങിയ വാർത്തയാണ് പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വാറന്റൈൻ കാലയളവിൽ താമസ സ്ഥലം മാറേണ്ടി വന്നാൽ മൂവിംഗ് പെർമിറ്റ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ക്വാറന്റൈൻ കാലയളവിൽ താമസ സ്ഥലം മാറിയ മലയാളി വിവാഹത്തിന് പോലും നാട്ടിലെത്തിച്ചേരാനാകാതെ അബുദാബിയിൽ കുടുങ്ങിയിരിക്കുന്നു. അബുദാബിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ജിജോ വർഗീസ് ആണ് നാളെ നടക്കേണ്ട തന്റെ വിവാഹത്തിന് നാട്ടിലെത്തിച്ചേരാൻ അധികൃതരുടെ കനിവ് കാത്തിരിക്കുന്നത്. അധികൃതർ നിഷ്കർഷിച്ച ക്വാറന്റൈൻ നിയമം ലംഘിച്ചതിന് 50,000 ദിർഹം, അതായത് 10 ലക്ഷത്തിലേറെ രൂപയാണ് പിഴ ഈടാക്കുക. എന്നാൽ കോൾ സെന്ററിൽ വിളിച്ചും വാട്സാപ്പിൽ രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും പുതിയ സ്ഥലത്തിന്റെ ലൊക്കേഷൻ യഥാസമയം അയച്ചു കൊടുത്തതായും ജിജോ അധികൃതരോട് പറയുകയുണ്ടായി. ഇതിനു പിന്നാലെ ഈ രേഖകളെല്ലാം വച്ച് അബുദാബി ജുഡീഷ്യൽ വകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് ജിജോ. ഇന്ന് അടിയന്തരമായ കേസ് പരിഗണിച്ച് നിജസ്ഥിതി കോടതിക്ക് ബോധ്യപ്പെട്ട് ഫയൽ ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ പിഴ അടയ്ക്കുകയോ ചെയ്താൽ മാത്രമേ ജിജോയ്ക്ക് നാട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നടപടി നീണ്ടുപോയാൽ വിവാഹം നീട്ടിവെക്കുകയല്ലാതെ മാർഗമില്ലെന്ന് ജിജോ പറയുകയുണ്ടായി. സംഭവത്തെക്കുറിച്ച് ജിജോ ഒരു പ്രമുഖ മാധ്യമത്തോട് പങ്കുവച്ചത് ഇങ്ങനെ: 2020 സെപ്റ്റംബർ 1 സന്ദർശക വിസയിൽ അബുദാബിയിലെത്തി. അന്നത്തെ ക്വാറന്റൈൻ നിയമപ്രകാരം സ്മാർട്ട് വാച്ച് ധരിപ്പിച്ച് താമസ സ്ഥലത്തേക്ക് വിട്ടു. എന്നാൽ സ്ഥിരം മുറി ശരിയാകാത്തതിനാൽ തൽക്കാലം സുഹൃത്തിന്റെ ഫ്ളാറ്റിലെത്തുകയും അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ നിശ്ചിത വാട്സാപ്പ് നമ്പറിലേക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. 2 ദിവസത്തിന് ശേഷം സ്ഥിരതാമസം ശരിയായി. ശേഷം അങ്ങോട്ടേക്ക് മാറാൻ അനുമതി വേണമെന്നും ആവശ്യപ്പെട്ട് വിളിച്ചെങ്കിലും കോൾ കണക്ട് ആയില്ല. പിന്നാലെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വാട്സാപ്പിൽ സന്ദേശം അയക്കുകയും ചെയ്തു. പലതവണ വിളിച്ചപ്പോൾ ഒരിക്കൽ ഫോൺ എടുത്തു. വിവരം അദ്ദേഹത്തോട് വിശദീകരിച്ചപ്പോൾ കുഴപ്പമില്ലെന്നും പുതിയ സ്ഥലത്തെത്തി ലൊക്കേഷൻ മാപ്പ് അയച്ചാൽ മതിയെന്നും വാക്കാൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ 2 ദിവസത്തിന് ശേഷം അന്വേഷിച്ചെത്തിയ CID ഉദ്യോഗസ്ഥരോട് വിവരം അറിയിക്കുകയും മാറുന്ന വിവരം വച്ച് അയച്ച വാട്സാപ്പ് സന്ദേശം കാണിക്കുകയും ചെയ്തു. നിയമലംഘനത്തിന് 50,000 ദിർഹമാണെന്ന് വ്യക്തമാക്കിയ ഉദ്യോഗസ്ഥർ സന്ദേശം കണ്ടപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞു തുടങ്ങി. ടൂറിസ്റ്റ് വിസ കാലാവധി തീരുന്നതിന് മുമ്പായി ഫയൽ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് നവംബറിൽ വിളിപ്പിക്കുകയും ഡിജിറ്റലായി ഒപ്പിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ പ്രശ്നം അവസാനിച്ചെന്നാണ് കരുതിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശേഷം പുതിയ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ 1 വർഷത്തിന് ശേഷം നിശ്ചയത്തിനും വിവാഹത്തിനുമായി ഈ മാസം 20-ന് നാട്ടിലേക്ക് പോകാനായി അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത വിവരം അറിയുന്നത്. ക്വാറന്റൈൻ നിയമലംഘന പിഴ അടയ്ക്കാതെ രാജ്യം വിടാനാവില്ലെന്നാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. താമസ സ്ഥലം മാറിയ കാര്യം രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും വാട്സാപ്പ് സന്ദേശം കാണിച്ചു കൊടുത്തുകൊണ്ട് ജിജോ പറഞ്ഞു. 24-ന് വിവാഹ നിശ്ചയവും 27-ന് വിവാഹവുമാണെന്ന് അറിയിച്ചെങ്കിലും നിയമ നടപടി പൂർത്തിയാക്കാനായിരുന്നു അധികൃതർ നൽകിയ നിർദ്ദേശം. ഇതേ തുടർന്ന് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലും ഇന്ത്യൻ എംബസിയിലും പരാതി നൽകി നാട്ടിലേക്ക് എത്തിച്ചേരാൻ അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണ് അദ്ദേഹം. അതേസമയം UAE-യിൽ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിബന്ധനകൾക്ക് കടുത്ത പിഴയാണ് സ്വീകരിക്കുക. അവിടുത്തെ ക്വാറന്റൈൻ നിയമം അനുസരിച്ച് സ്മാർട്ട് വാച്ച് അഥവാ ട്രാക്കർ ധരിച്ചാൽ താമസ സ്ഥലത്ത് പരിധി വിട്ട് പുറത്തിറങ്ങിയാൽ 50,000 ദിർഹമാണ് പിഴ ഈടാക്കുക. ട്രാക്കർ ധരിച്ച് ക്വാറന്റൈനിലിരിക്കെ അടിയന്തരമായി പുറത്തിറങ്ങേണ്ടവർ, അതായത് PCR ടെസ്റ്റ് എടുക്കാനോ ആശുപത്രിയിലേക്കോ പോകേണ്ടവർ മാത്രം മുൻകൂട്ടി മൂവിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. കൂടാതെ സ്മാർട്ട് വാച്ച് ഇളക്കി മാറ്റുക, പ്രവർത്തനരഹിതമാക്കുക തുടങ്ങിയ നിയമലംഘനത്തിന് തുല്യ തുക പിഴ ഈടാക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ വാച്ചിൽ അപായ സൈറൻ മുഴങ്ങും. എന്നാൽ നിലവിൽ UAE-യിൽ ക്വാറന്റൈൻ നിയമത്തിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ കേസുകളിൽപ്പെട്ടവർ നിയമ നടപടി നേരിടേണ്ടത് തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.